Hi guys, assalamu alaikum. Welcome back to my channel Chippu's vlog and it's me Chippu here. Kaka. ഓക്കെ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗായിരിക്കും. ഞാൻ അങ്ങനെ പുറത്ത് സാധനമൊക്കെ മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയുള്ളൊരു ഡേ പോലെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ അതിനെ പറ്റിയൊരു മൂഡ് പോയി. പക്ഷേ സാധനം മേടിക്കലൊക്കെ അത്യാവശ്യമാണ് ഞാൻ പോണത്. അപ്പോൾ മെയിൻലി എനിക്ക് മേടിക്കാനുള്ള ചുരിദാറാണ്. ഒരു ചുരിദാർ മേടിക്കാനുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് മറ്റന്നാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കുഞ്ഞാമ്മേൻ്റെയും താത്താൻ്റെ ഒക്കെ ഇടാറ്. അപ്പോൾ ഇത്തവണ എനിക്കൊരു ചുരിദാർ, ഒരു പാർട്ടി വെയർ ചുരിദാർ മേടിക്കാൻ കരുതി. പിന്നെ ഒന്ന് ജസ്റ്റ് പോയി ചുങ്കൊക്കെ ഒന്ന് കറങ്ങി എടപ്പാളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ കരുതി. കറങ്ങാൻ മാത്രമൊന്നുമില്ല, എന്നാലും വെറുതെ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കരുതിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എന്താ വെച്ചാൽ നമുക്കൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. മോയ്സ്ചറൈസർ. ഇപ്പോൾ ടൈം എത്ര? ഉച്ച 2 മണിയൊക്കെ ആവാനായി. ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. നോക്കാം. ഡെർമയുടെ തന്നെ സൺസ്ക്രീനാണ്. ഈ ഒരു ഫേസ് വാഷ് മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മുന്നത്തെ ഒരു വ്ളോഗിൽ. എന്തേക്ക് ആക്കാം അങ്ങനെയൊക്കെ അറിയണം. സൺസ്ക്രീൻ അവിടെയും എൻ്റെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും കുഞ്ഞാപ്പാൻ്റെ വീട്ടിലൊക്കെ വീട് പണി നടക്കണം. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 മന്തായിട്ട് ഇപ്പോൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുൾ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റ് അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഞാൻ കഴിക്കുകയും ചെയ്യില്ല. അപ്പോൾ എനിക്ക് ബ്രോസ്റ്റ് ഒന്ന് കഴിക്കാം. അപ്പോൾ അത് 1 മന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ബ്രോസ്റ്റ് കഴിക്കാൻ പോയാലോ എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അറിയില്ല, നോക്കട്ടെ. അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എ ഡേ വിത്ത് മീ എന്നുള്ള രീതിയിൽ എടുക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. ഈ ഒരു ഡേ എന്തായാലും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് രാവിലെ വരെ കുഴപ്പമില്ല, പിന്നെ മൂഡ് സ്വിങ്സ് ആയിപ്പോയി. പിന്നെ ഞാൻ തന്നെ ഇന്നെ തന്നെ ഒന്ന് ഗെറ്റപ്പ് ചെയ്ത് പോവുക എന്നുള്ള രീതിയിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയുള്ള മേക്കപ്പ് കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ സൺസ്ക്രീൻ തേച്ചു, മോയ്സ്ചറൈസർ തേച്ചു, പിന്നെ ഞാനത് ഈ പെർഫെക്റ്റർ യൂസ് ചെയ്ത് അത്രയുള്ള നമുക്ക് പിന്നെ പോകണം. ലിപ്സ്റ്റിക്ക് ഇടാം. ഭയങ്കര സൈലൻ്റ് ആണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനൊരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വരുന്നുള്ള കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഭയങ്കര സ്പോട്ട് ലൈറ്റ്സ് ആയിപ്പോയി കടകളിലൊക്കെ. ഇവിടുത്തെ ഇപ്പോൾ കളർ വേറെ ചുരിദാറിന്. അങ്ങനെ അവസാനം ഞാൻ അത് ഉമ്മാക്ക് കൊടുത്ത്. അതാണ് അവസ്ഥേൻ്റെ പോലെ ആയിരിക്കും പറ്റിക്കൽ പെടലിൽ പറ്റിയിട്ടാണോ നോക്കണം. അവിടെ എത്തിയിട്ട് വേറെ ആയിരിക്കും, ഇവിടെ എത്തിയപ്പോൾ വേറെ കളർ അതുണ്ടായി എനിക്ക്. അപ്പോൾ അതുകൊണ്ടൊരു ചുരിദാർ അതായിരുന്നു, അത് ഉമ്മാക്ക് കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ബസ്സിന് പോകും, ഓട്ടോക്ക് പോകും, നോക്കാം. എല്ലാം ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് പ്ലാൻഡ് ആയിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പോകണത്. പിന്നെ ഞാൻ വെച്ച് പോവാണ്. ഞാൻ മീഷോന്ന് വാങ്ങിച്ച ബാഗ് ഞാൻ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണത്. അപ്പം ഞാൻ പോയിട്ട് തരാം. എല്ലാവരും എനിക്ക് ഭ്രാന്ത് നട്ടുവെച്ച നേരത്തെ പുറത്ത് ഡേറ്റ് ചെയ്യുമ്പോൾ ഓപ്പല സമയം കാലം നോക്കി നിന്നാലേ എനിക്കിപ്പോഴാണ് തോന്നി. അതൊന്നും ഞാൻ ഇറങ്ങി ഞാൻ എന്ത് ചെയ്യും. രാവിലെ തോന്നിയിരുന്നു, പിന്നെ മൂടൊക്കെ പോയപ്പോൾ അവിടെ കിടന്നു. അതുണ്ടായത്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പുറത്തിറങ്ങാൻ ഉഷാറായിക്കോളും. ഇതാണ് ഞങ്ങളെ വലിയ പള്ളി. ഇതാണ് ഞങ്ങളെ ചെറിയ പള്ളി. ഓക്കെ. അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ ആദ്യം പോയത് ക്ലാസ്മേറ്റിൽ നിന്നുള്ള കടയിലേക്കാണ്, എടപ്പാളുള്ളത് തന്നെ. ക്ലാസ്മേറ്റിലെ കടയിലേക്കാണ്. അവിടെ അത്യാവശ്യം കളക്ഷൻസും അതുപോലെ തന്നെ സെമി പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ഓൾറെഡി എനിക്കറിയാം കുറച്ച് റേറ്റ് എക്സ്പെൻസീവ് ആണെന്നുള്ളത് അറിയാം. പക്ഷെ ഞാൻ കയറി നോക്കിയപ്പോഴാണ് വേറെ കാര്യം അറിഞ്ഞത്. ഷാളെങ്ങനെ ടൂ മച്ച് റേറ്റ്. സ്റ്റാർട്ടിങ് തന്നെ 2500 എന്തപ്പത്. അവരോട് റേറ്റ് പറഞ്ഞപ്പോൾ തന്നെ അവർ ആ റേറ്റിന് ചുരിദാർ ഇല്ല എന്നൊക്കെ. സാരമില്ല, നമുക്ക് വേറെ ഷോപ്പിൽ നോക്കാം.
സത്യം പറഞ്ഞാൽ അവിടുന്ന് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചു. എനിക്ക് പറ്റി ചുരിദാറേ ഇല്ലാന്ന് അവര് പറഞ്ഞു. അപ്പൊ എനിക്ക് തന്നെ എന്തോ ഒരു ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി. പോണതൊക്കെ പിന്നെ അവഗണന ആയതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വേഗം ഇറങ്ങി. അവിടുന്ന് ഞാൻ എന്നിട്ടാണ് പിന്നെ ഞാൻ വേറെ പോയത് ഷോപ്പിൽ പോയത്. നമ്മുടെ പട്ടാമ്പി റോഡിന് തന്നെയുള്ള അമാരി എന്ന് പറഞ്ഞുള്ള ഒരു ഡ്രസ്സിലേക്കാണ്. അവിടെ ഫുൾ ചുരിദാർ, സൽവാർ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് നല്ല രസമുണ്ട്. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റേറ്റും വർത്ത് ആയിരുന്നു. ഞാൻ 2 ചുരിദാറാണ് നോക്കിയത്. ഒന്ന് ഇതും പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് നോക്കിയത്. ഇതിന്ന് ഞാൻ ഈ ബ്ലാക്ക് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാം ആണ് രസം എന്ന് പിന്നെ ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത്. കണ്ടോ? മിക്കവാറും വീഡിയോ വഴിയുണ്ട്. ഇപ്പോൾ എൻ്റെ ചാർജ് 6%. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് നടന്നത്. ചുരിദാർ എടുത്തു. ഫസ്റ്റത്തെ ഒരു കടയിൽ പോയിട്ട് അവിടുത്തെ എനിക്ക് പറ്റിയ ചുരിദാർ ഇല്ല അത്ര. 2,500 സ്റ്റാർട്ടിങ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചുരിദാറുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കഫേയിലുള്ള കഫേയിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാണ്ട്, പക്ഷെ മൂടില്ല. വെറുതെ ഇത്രയും കാലം ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ കോളാക്കണമെന്ന് എഴുതി. റോസ്റ്റൊന്നും ഇല്ല. ഞാൻ എന്ത് ചെയ്തു, അവക്കാടോ ഷേക്ക്, അവക്കാടോ അടിപൊളി വിത്തൗട്ട് ഷുഗർ, അവർ ഹണി ആഡ് ചെയ്യും, അത് ഓർഡർ ചെയ്തു. പിന്നെ ഞാനൊരു BBQ വിങ്സ് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ചുരിദാർ എടുത്തേന്. ഈ ചുരിദാറിൻ്റെ പൈസക്ക് എനിക്കൊരു 4-5 ടോപ്പ് എടുക്കാം. ഞാൻ അതാണ് ഇതുകൊണ്ടാണ് ഞാൻ ചുരിദാർ എടുക്കാത്തത്. എൻ്റെ അമ്മേ, ഒരു സെമി പാർട്ടി വെയർ അല്ലെങ്കിൽ സാധാ ഒരു ബ്രൈഡ് മെയ്ഡ്സിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ചുരിദാറിനൊക്കെ എന്തോരം. എന്നാൽ അവർ ആ റേറ്റ് കുറഞ്ഞ സാധനം കാണിച്ചു തരുമ്പോൾ ഭയങ്കര ലോക്കൽ സാധനം. ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോവാം. ഈ സാധനങ്ങളൊന്നും മേടിക്കാൻ നെക്സ്റ്റോ കാരണം ഉള്ളതെന്ന് വിഷയം കയറുന്നില്ല. നേരെ വീട്ടിൽ പോവാം. ഇതാണ് ഒരു ഡേ. എന്താണ് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് പിന്നെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ കാര്യത്തിലൊന്നുമില്ല. ഡ്രസ്സിന്റെ പ്രൈസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ടൈലും കാര്യങ്ങളും വീട്ടുപണി നടക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ മേടിക്കാൻ പോയി. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവാണ് ചെയ്തത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡ്രസ്സും വാങ്ങിച്ചു, ഫുഡ് കഴിച്ചു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോസ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു മൂടാറുണ്ട്. ഞാൻ സോസ് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇത്ര സോസ് ഇട്ടുള്ളൂ. അങ്ങനെ അവക്കാഡോ ജ്യൂസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ എന്തായാലും എടപ്പാൾ വരുന്നുണ്ടെങ്കിൽ കപ്പ് കഫേ എന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഷുഗർ ഇല്ലാണ്ട് നമ്മൾ ചെയ്ത് തരും അവർ. അതുപോലെ തന്നെ ഡേറ്റ്സും ഹണിയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു അവക്കാഡോ ഷേക്ക് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആണത്. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ടൈല് നോക്കാനാണ്. ടൈലിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ്, ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ.